നമസ്തേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇന്ന് കേരള വിഷൻ്റെ പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 404-ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 21/9/2016 എന്ന 21 എന്ന് പറഞ്ഞാൽ 3 എന്നാണ്, ബുധനാഴ്ച ആണ് ഇന്ന്. 3 എന്നാൽ അറിയാമല്ലോ, 3, 12, 21, 30 എന്ന് പറഞ്ഞ സംഖ്യകളിലൊക്കെ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അവർക്ക് വളരെ നല്ല ദിവസമാണ്. എന്നാൽ നാളെയും നല്ലതാണ്, മറ്റന്നാൾ അവർക്ക് അത്ര നല്ല ദിവസമായിട്ട് കാണുന്നില്ല. മറ്റന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22, 23-ാം തീയതി അവർക്ക് നല്ലതല്ല. 24, 25 ഒക്കെ പിന്നീട് നല്ലതായിട്ട് വരുന്നു. ഇതുപോലെ ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉപകാരം ചെയ്യും? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് സംഖ്യകളെ കൊണ്ട് ഒരു പുതിയ വ്യാഖ്യാനം നടത്തുകയാണ് ന്യൂമറോളജി. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ പറയണമെന്ന് ശുപാർശ ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ആദ്യത്തെ കോളറിനെ നമുക്ക് സഹൃദയം സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് കോളർ. ഹലോ. ഹലോ, പേര് പറയൂ കുട്ടി. ഡിന്നി MR. ഡിന്നി അല്ലേ? ആ, ഡിന്നി MR. ഓക്കെ. ഡിന്നി MR. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞോളൂ. 15/11/1997. 1997. ശരി. എവിടുന്ന് വിളിക്കുന്നത്? ഞങ്ങള് തൃശ്ശൂരിന്നാണ്. തൃശ്ശൂർ. കുട്ടി ഒരു നല്ലൊരു സമയത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുമ്പത്തെ കൊല്ലം കുറച്ചൊരു മോശമായിരുന്നൊരു കാലം ഈ 17-ാമത്തെ വയസ്സ്, 16 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 16-ാമത്തെ വയസ്സിലാണ്. കുട്ടിയുടെ പേരിനകത്ത് ഡിന്നി അത്ര നല്ല പേരല്ല, പക്ഷേ ഡിന്നിയുടെ കൂടെ MR കൂടിയിട്ട് വന്നപ്പോൾ അതിലും ഏറെ ഇത്തിരി ദോഷം വന്നിട്ടുണ്ട്. എന്നാലും അതിൽ വേറൊരു ഗുണമുള്ളത് 22 വയസ്സ് വരെ വിദ്യാഭ്യാസം കിട്ടണമെന്ന് പറയണ ഒരു പേരും ജാതകവുമാണ്. അത് കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. CA, MBA, BTech, ടെക്നോളജിയുമായിട്ടുള്ള ബന്ധപ്പെട്ടതൊക്കെ പഠിക്കണമെങ്കിൽ വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൽ കല എന്ന് പറയുന്നത് ഔട്ടറിലാണ്, അതായത് പഠനത്തിന് പുറത്ത് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കലാകാരിയൊക്കെ ആവാൻ പറ്റുന്ന രീതിയും പറയുന്നുണ്ട്. കവിത രചിക്കുക, ആർട്ട്, മീഡിയ, രചനാവൈഭവങ്ങൾ, കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്നത് ഒക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. പേരും ജാതകത്തിലും പറയുന്നത് സഹോദരന്മാർ ഉണ്ടാവണമെങ്കിൽ മിനിമം 4 വയസ്സിൻ്റെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ 6 വയസ്സിൻ്റെ വ്യത്യാസത്തിലോ അല്ല സഹോദരന്മാരുണ്ടായിട്ടുള്ളതെങ്കിൽ അത് ഗുണമില്ലാത്തൊരവസ്ഥയായിരിക്കും. കുട്ടിക്ക് പുരുഷ യോനിയിൽ പിറന്ന കാരണം കൊണ്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ചതി പ്രയോഗത്തിലൊക്കെ വരാനായിട്ട് പറ്റുന്നൊരു ജാതകമാണ്. പണം കൊടുക്കുക, ജോലിക്ക് വേണ്ടിയിട്ട്, വിസയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തട്ടിപ്പിന് വിധേയനാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാം 1-2 പ്രാവശ്യമൊക്കെ ആലോചിച്ച് ചെയ്യുന്നതാണ് ഇതിന് പരിഹാരമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന പോലെ ഒരു യുദ്ധപ്രതീതി ജീവിതത്തിൽ എപ്പോഴും നേട്ടം നേരിടേണ്ടതായിട്ട് വരും. വിവാഹം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചും സ്വന്തം ഇഷ്ടപ്രകാരം നടത്താതെ ഗുരുക്കന്മാരുടെ വീട്ടിൽ മാതാപിതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് ഞാൻ ശുപാർശ ചെയ്യുന്നു. അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്ന കാരണം കൊണ്ട് അപ്രകാരം പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് 42-ന് ശേഷം ദോഷം വരുന്ന ഒരു കാരണങ്ങൾ ജാതകത്തിൽ പറയുന്നുണ്ട്. 3 ഭാഗ്യസംഖ്യ. മഞ്ഞ നിറവും നീല നിറവും പച്ച നിറവും ധാരാളം ധരിക്കുക. കുട്ടി ഇപ്പോൾ 19 വയസ്സാണ്. എന്താണ് പഠിക്കുന്നത്? വളരെ നല്ലത്. ഞാൻ പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലേ? സഹോദരന്മാരായിട്ടുണ്ടോ? സഹോദരിയല്ല, സഹോദരൻ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി എന്താണ് ഇനി അറിയേണ്ടത് ചോദിച്ചോളൂ.
കുട്ടി ഇപ്പം നല്ല സമയമാണ്, പഠനത്തിനൊന്നും യാതൊരു വീഴ്ച വരില്ല, തോൽക്കൊന്നും ചെയ്യില്ല. 22 വയസ്സ് വരെ ഇത് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ബാങ്കിങ് കോച്ചിങ് ഇതൊക്കെ നല്ലതാണ്. ടീച്ചിങ് പ്രൊഫഷനും ഇദ്ദേഹത്തിന് നല്ലതാണ്. ബാങ്കിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയിൽ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും അതിൻ്റെ ടോപ്പ് ഓഫ് ദി മോസ്റ്റിൽ GM ഒക്കെ വരാനായിട്ട് പറ്റുന്നൊരവസ്ഥയൊക്കെ ഡിന്നിക്ക് പറയുന്നുണ്ട്. ഡിന്നി എന്നുള്ള പേരിനകത്തുള്ള ഒരു കുഴപ്പം ഡിയുടെ തൊട്ടടുത്ത് I വരുന്നതും പിന്നെ NN നല്ല അക്ഷരങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് I വരുന്നതൊക്കെ ഒത്തിരി ദോഷമുണ്ട്. അത് 32 വയസ്സ് കഴിഞ്ഞാൽ ദോഷം മാറുകയും ചെയ്യും. 32 വയസ്സ് വരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. 30-ന് ശേഷം ഇദ്ദേഹത്തിന് സർക്കാർ ജോലിയൊക്കെ കിട്ടും. ഹലോ. ഗവൺമെൻറ്റിൻ്റെ ജോലിയൊക്കെ കിട്ടുമെന്ന് 30-ന് ശേഷമുള്ള ഒരു സമയം കേട്ടോ. 30-ൻ്റെ ഉള്ളിൽ 22ാമത്തെ വയസ്സ് മുതൽ എൻഗേജ് ആവും. അർദ്ധ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലൊക്കെ കോർപ്പറേഷൻ ബാങ്കിങ് ഒക്കെ പഠിക്കുന്നൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. 22 വയസ്സിന് ശേഷം നല്ല നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ കിട്ടാനും ഫോറിൻ ബാങ്കിൽ HDFC ഒക്കെ പോലെയുള്ള ബാങ്കിലൊക്കെ ജോലി കിട്ടാനും ഒക്കെ പറ്റുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നല്ല അവസ്ഥയാണ്. ഇപ്പോഴും ദോഷങ്ങളൊന്നുമില്ല കേട്ടോ. വെൽക്കം. വിളിച്ചതിൽ നന്ദി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ 8ാം ക്ലാസ്സിലോ കോളേജിലും ഒക്കെ പഠിക്കുന്ന 8ാം ക്ലാസ് മുതൽ തന്നെ പ്ലാനറ്റുകളൊക്കെ പറ്റി പഠിക്കുന്നതാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴം. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രീക്ക് റോമൻ ദേവന്മാരുടെയും ഭരണാധികാരിയായ ജൂപ്പിറ്ററിൻ്റെ പേരിലാണ് ഈ ഗ്രഹത്തിന് അറിയപ്പെടുന്നത്. ഗുരു എന്നാൽ അതിൻ്റെ പദപ്രയോഗം തന്നെ വലുത് എന്നാണ് അർത്ഥമാക്കുന്നത്. വലുത് എന്നത് അർത്ഥമാക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളത് ചെറുത് എന്നുകൂടി അർത്ഥം ആക്കി വിചാരിക്കേണ്ടതായിട്ട് നമുക്ക് വരും. 3, 12, 21, 30 എന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തുകളിലൊക്കെ ജനിച്ചവർ കാണാൻ വലിയ വലിപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ അവരുടെ അകക്കാമ്പിൽ ഒരുപാട് വലിമ ഉണ്ടാവുന്ന ഒരവസ്ഥ ഇവർക്ക് നിദാനം ചെയ്യും. വ്യാഴത്തിൻ്റെ മഹിമ കാരണം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവർ കർമ്മമണ്ഡലങ്ങളിലെ ചെറുതായ രീതിയിലുള്ള ചിന്തകൾക്കൊക്കെ ഒന്നുമല്ല പ്രാധാന്യം നൽകേണ്ടത്. എപ്പോഴും തിങ്ക് ബിഗ്, വലുതായി ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന രീതി മനോമുഖരത്തിൽ ആലേഖനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇവർ വലിയ ഒരു ഗ്രഹമായിട്ട് പോലും അവർക്ക് ഗുണം ഇല്ലാത്ത ചെറിയ രീതിയിലുള്ള കർമ്മം മാത്രം ചെയ്ത് സംതൃപ്തപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ച് മനസ്സിൽ കുറച്ച് വലുപ്പം ചിത്രീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3ൻ്റെ ആളുകൾക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. അതിന് പേര് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം കൂടിയിട്ടാണ്. അതിന് CGLS. അതിൽ തന്നെ പറയുക സിയും ജിയും ആണ്. അതിലേറ്റവും നല്ലത് G എന്നുള്ളൊരു അക്ഷരം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ ഇനിയും കാര്യങ്ങൾ ഈ വ്യാഴത്തിനെ പറ്റി പറയാം. നമുക്ക് 2ാമത്തെ കോളം. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. പേര് അഭിനന്ദ്. അഭിനന്ദ്. അഭിനന്ദ് CR. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഡിയർ. ഡേറ്റ് ഓഫ് ബർത്ത് 15/1/2011. എവിടെ നിന്ന് വിളിക്കുന്നു പറയാമോ? കടയ്ക്കൽ. നല്ല പേര് തന്നെയാണ് കേട്ടോ. അഭിനന്ദ് നല്ല പേര് തന്നെയാണ്. പേരിനകത്ത് ദോഷമൊന്നുമില്ല. കുട്ടിയെ ആദ്യത്തെ ഫസ്റ്റ് ബോയ് ആണല്ലോ അല്ലേ? ഫസ്റ്റ് ബോയ് മൂത്ത പുത്രൻ്റെ ഫലം ചെയ്യുന്ന ഒരാളാണ്. 4 വയസ്സ് വരെ, 5 വയസ്സാണ്. 4 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം കുറച്ച് പാടുദുരിതങ്ങളും 4 വയസ്സ് വരെ അടുത്ത കുട്ടി ഉണ്ടാവാതിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത കുട്ടി ജനിച്ചിട്ടില്ലല്ലോ ഈ അഭിനന്ദിന് ശേഷം? അഭിനന്ദിന് ശേഷം അടുത്ത കുട്ടി 4 വയസ്സായപ്പോൾ കുഴപ്പമില്ല. 4 വയസ്സിന് മുൻപ് ജനിച്ചിട്ടില്ലല്ലോ? ഓക്കെ, അത് വളരെ നല്ലത്. 4 വയസ്സ് കഴിഞ്ഞ ശേഷം അതിന് പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. 11 വയസ്സ് വരെ കുറച്ച് പരിരക്ഷണം, പരിപാലനം അഭിനന്ദനോട് വേണം. അതായത് ഒത്തിരി ജാഗരൂകമായിട്ടിരിക്കുന്ന ഒരവസ്ഥ വേണം. അടുത്ത കുട്ടിയൊക്കെ ജനിക്കുമ്പോൾ ഇപ്പോൾ 6-ാമത്തെ വയസ്സിലൊക്കെ അടുത്ത കുട്ടി ജനിക്കും. അതും തന്നെ ആൺകുട്ടിയാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ കുട്ടിയുടെ ഭാഗ്യസംഖ്യ തന്നെ 6 ആണ്. അപ്പോൾ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അടുത്ത ഒരു കുട്ടി ഉണ്ടാവരുത് എന്നാണ് പ്രകൃതി നിയമമായിട്ട് കാണുന്നത്. 4 വയസ്സെങ്കിലും കഴിഞ്ഞാൽ അടുത്ത് ഉണ്ടാവാം.
ആവാം. മറ്റൊരു പ്രത്യേകത, ടോട്ടലി പേര് കൊണ്ട് വിവാഹമൊക്കെ നേരത്തെ കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. വിവാഹം 30 വയസ്സിന് ശേഷം കഴിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. വിവാഹം പിന്നെ ഗുണമില്ലാത്തൊരവസ്ഥയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താണെന്ന് കുട്ടിയുടെ പഠന രീതിയൊക്കെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കലാകാരനൊക്കെ ആവാൻ പറ്റുന്ന അവസ്ഥ, സിനിമ, അഭിനയം, ആർട്ട്, മീഡിയ, ഫോട്ടോഗ്രാഫി ഇതൊക്കെ പറയുന്നുണ്ട്. 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ബാലാരിഷ്ടതകൾ ഉണ്ടായിട്ടാണ് കാണുന്നത്. അടുത്ത 11 ശേഷമുള്ള 11 നല്ല കാലമാണ്. പിന്നീട് നല്ല ഒരു ദോഷം ഉള്ള ഒരു കാലത്തിന് മുപ്പാട് വിവാഹമൊക്കെ കഴിക്കണം. അതായത് 33 വയസ്സിന് ശേഷം പിന്നീട് ഗുണം വരുന്ന ഒരു രീതിയാണ് ഒക്കെ കാണുന്നത്. എന്തായാലും നല്ലൊരു ജാതകവും നല്ല പേരുമാണ്. കുട്ടിയുടെ ജനനം കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച, വീട് പണിയാൻ പറ്റുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. മോന്റെ ജോലിയാണോ? അതെ, മോന്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ, കലയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഡോക്ടർ ആവാൻ പറ്റുന്ന രീതിയൊക്കെ കാണുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന ലെക്ചറർ, പ്രൊഫസർ, പ്രിൻസിപ്പളൊക്കെ ആവാൻ പറ്റുന്ന രീതിയും പറയുന്നുണ്ട്. നല്ല വാചാലനാണെന്നാണ് കാണുന്നത്. നല്ല പോലെ വർത്താനം പറയില്ലേ? അത് തന്നെ. അപ്പൊ അതൊക്കെ അതിന്റെ ഈ 15/1/2011 ഗുണങ്ങളും ഒക്കെയാണ് കേട്ടോ. വിളിച്ചതിൽ നന്ദി. 6 ഭാഗ്യസംഖ്യ. നീല നിറം, പച്ച നിറം, വെള്ള നിറം, ഒരു ലൈറ്റ് വെള്ളയൊക്കെ ധരിച്ചോളൂ. എന്നാൽ 9 വയസ്സ് വരെ ഇതൊന്നും നോക്കണ്ട, എല്ലാ കളറുകളും ധരിപ്പിക്കുക. ഓക്കെ, വിളിച്ചതിൽ നന്ദി. നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ഉണ്ടത്രേ. വ്യാഴം എന്ന് പറയുന്നത് ശുഭഗ്രഹത്തിൽ പെടുന്നു. അത് ശുഭൻ എന്ന് പറഞ്ഞാൽ വളരെ ശുഭന്മാരിൽ ശുഭൻ, വളരെ നല്ല ശുഭഗ്രഹമായിട്ടാണ് വ്യാഴത്തിനെ കണക്കാക്കുന്നത്. ഈ ശുഭൻ എന്ന് പറഞ്ഞ ഗ്രഹം ഈ വ്യാഴം കൂടാതെ, ജൂപ്പിറ്റർ എന്നത് കൂടാതെ ചന്ദ്രനും ബുധനും ശുക്രനും 3 ഗ്രഹങ്ങൾ കൂടി ശുഭന്മാരിൽ പെടുന്നു. 4 ഗ്രഹങ്ങൾ ശുഭന്മാരായിട്ടുണ്ട്. ഗ്രഹങ്ങളിൽ തന്നെ നമ്മൾ ഇതിനെ പറയുക ഗ്രഹസാന്നിധ്യം, സാമീപ്യം ഒക്കെ ഉണ്ടാവുന്ന രീതികളിൽ ഒക്കെ പറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് ലിംഗങ്ങളുടെ നമ്മൾക്ക് മനുഷ്യർക്കുള്ള പോലെ തന്നെ മെയിൽ, ഫീമെയിൽ, TG, ട്രാൻസ്ജെൻസ് ഒക്കെ പോലുള്ള ഗ്രഹങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തുകകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഈ വ്യാഴകാരകനായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ നാമത്തിൻ്റെ വികലത കൊണ്ട് മാത്രമേ വ്യാഴത്തിൽ ജനിച്ചവർക്ക് ദോഷമുണ്ടാവുന്ന ഒരവസ്ഥ വരികയുള്ളൂ. അത് വളരെ അച്ചട്ടും ആണ്. അതായത് ചിലർ ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, ജാതകവശാൽ എനിക്ക് ഗജകേസരി യോഗമാണ്, പക്ഷെ എൻ്റെ വീട്ടിലൊരു പൂച്ച പോലും ഇല്ല എന്ന്. ഇങ്ങനെ വരുന്നത് ഈ ജാതകത്തിലുള്ള രീതിയെ അവലംബിക്കുന്ന, അനുവർത്തിക്കുന്ന രീതിയിലുള്ള നാമമായിരിക്കില്ല അവൻ്റേത്. അസ്ട്രോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് പ്രാധാന്യമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് നാമത്തിനെ അവർ ഗണിക്കുന്നില്ല. അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ കൂടിയിട്ടാണ് ഈ ഗജകേസരി ഇട്ട് പോലും ഗുണം ഇല്ലാതിരിക്കുന്നത്. അതിന് ഇന്ന് നമുക്ക് നിലവിലുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗങ്ങളിൽ ഒന്നാണ് നാമം ശരിയാക്കി വയ്ക്കുക. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. രാജി അല്ലേ? രാഗിയാണ്. രാഗി PR. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ കുട്ടി. 1990 ജൂലൈ 21. എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരം. കുട്ടി വിവാഹിതയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പറ്റുന്നൊരു സമയമാണ്. ഇപ്പോൾ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് 26 വയസ്സായിരിക്കണം ഇപ്പോൾ അല്ലേ? ഞാൻ പറയുന്നത് കേട്ടോ. 26 വയസ്സ് എന്ന് പറഞ്ഞൊരു സമയത്തിൽ ഇപ്പോൾ വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ആയാലും വിരോധമില്ല. എന്നാൽ അടുത്ത കൊല്ലം 2017 ഇതിനൊന്നും പറ്റുന്നൊരു കാലമല്ല. പിന്നീട് 2018
18 കഴിഞ്ഞ് 2019 ഏറ്റവും ശുഭകരമായ സമയം. 29 വയസ്സ്. വിവാഹം കഴിഞ്ഞു. 24, 25 കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണോ കഴിഞ്ഞത് കുട്ടി? അതെ, 2013. 2013. അപ്പൊ 23 വയസ്സിൽ കഴിഞ്ഞു അല്ലേ? അദ്ദേഹം നാട്ടിലുണ്ടോ ഭർത്താവ് രാഗി PR-ന്റെ? ഓക്കെ. ഈ കുട്ടിക്ക് രാജ്യം വിട്ടു പോകാൻ പറ്റുന്ന, രാഗി PR-ന് രാജ്യം വിട്ടുപോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, വീട് ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതി ഒക്കെ പറയുന്നുണ്ട്. 23 വയസ്സിൽ എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചത് കുഴപ്പമില്ലാത്ത ഒരു സമയമാണ്. കുഴപ്പമില്ലാത്ത സമയത്താണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 19 വയസ്സിന് ശേഷം 19 വയസ്സിന് ശേഷം ഇദ്ദേഹത്തിന് പഠിക്കാനും പഠനം പൂർത്തീകരിക്കാനും അത് വഴി ഗുണം കിട്ടാനും പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് 19 ശേഷം 29 ഉള്ളിലാണ്. അതിൽ നമുക്ക് 23 എന്ന് പറഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ജോലിയൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സമയം 2018 എന്ന് പറഞ്ഞ സമയത്തിലേക്ക് ആവുള്ളൂ. 2017 ദോഷമുള്ളൊരു സമയമാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ ജോലിക്ക്, കിട്ടിയ ശമ്പളത്തിന് എൻട്രി ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ച് പിടിച്ച് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത കൊല്ലത്തിൻ്റെ ദോഷത്തിനെ മറികടക്കാനായിട്ട് പറ്റും. അടുത്ത കൊല്ലം ഇത്തിരി സാമ്പത്തികമായിട്ടൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന അവസ്ഥയായിട്ടൊക്കെയാണ് കാണുന്നത്. രാഗിയുടെ കൂടെ PR വന്നപ്പോഴും രാഗി എന്നുള്ള പേരും ഒക്കെ ഇത്തിരി ദോഷമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ പറഞ്ഞതൊക്കെ. പ്രധാനമായിട്ട് ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും സമ്പത്തിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം. 34 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. 34 വയസ്സിന് ശേഷം ഗുണമായിട്ടുള്ള ഒരു രീതി വരുമെന്ന് കാണുന്നു. ടീച്ചിങ് ജോലി, കുറച്ച് യാത്ര ചെയ്യുന്ന ജോലി, ഏജൻസി അയാട്ട കോഴ്സൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ ജോലി കിട്ടാൻ പറ്റുന്ന ഒരവസ്ഥ, റൈറ്ററൊക്കെ ആവാൻ പറ്റുന്ന അവസ്ഥയൊക്കെ കുട്ടിക്ക് പറയുന്നു. എന്താണ് പഠിച്ചത് രാഗി PR? നേഴ്സിംഗ് കോഴ്സ് GNM. ഓക്കെ. അപ്പൊ അതിനിപ്പോ ജോലി ഉണ്ടോ? ജോലി 1 വർഷം ചെയ്തു, പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പോയിട്ടില്ല. ഒരു കൊച്ചുണ്ട്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞത് അടുത്ത കൊല്ലത്തിൽ മോശമാണ്. അപ്പോൾ ഈ ഉടനെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസംബറിൻ്റെ ഉള്ളിൽ ഓക്കെ. അടുത്ത കൊല്ലം ദീർഘയാത്ര ഒന്നും ചെയ്യണ്ട, മോശമായൊരു കാലഘട്ടത്തിലാണ്. അത് അപഖ്യാതികൾ വരെ നേരിടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നൊക്കെ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, അത്രേ വേണ്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ജോലി ഡിസംബറിൻ്റെ ഉള്ളിൽ എൻട്രി ആവാൻ പറ്റിയില്ലെങ്കിൽ 2018 കൃത്യമായിട്ടുള്ള ജോലിയും വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവും. അത് മുതലുള്ളൊരു സമയം കുട്ടിക്ക് നല്ലതാണ്. അത് കുറച്ച് ദൂരെ പോയിട്ട് ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. വടക്ക് കിഴക്ക് മേഖലയിലേക്ക് പോയിട്ട് ജോലി ചെയ്യാനാണ് പറയുന്നത്. വയറും കുടലിനോടും ചേർന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. മനസ്സ് നിയന്ത്രണ വിധേയ എങ്ങനെ ചെറിയൊരു സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് സാരില്ല, അത് ഉണ്ടാവും. അത് കുട്ടിക്ക് ധാരാളം വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കഴിക്കുക. വയറിനോടും കുടലിനോടും ചേർന്നിട്ടുള്ള ഒരു അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അതീന്ദ്രിയാവബോധം കുട്ടിയിൽ കാണുന്നുണ്ട്. നാളെ എന്ത് വരാൻ പോകുന്നതിനെ പറ്റിയൊക്കെ മെസ്സേജ് കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. അത് നല്ല ഒരു സ്ഥിതിവിശേഷമാണ്. 30 വയസ്സ് വരെ നല്ല ഒരു കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. 30-ന് ശേഷം ഇത്തിരി മോശമായ ഒരു സമയമുണ്ട്. കേട്ടില്ല? ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ വെയിറ്റ് കുറഞ്ഞാണ് പോകുന്നത്. അതാണ് ഇത് പ്രശ്നത്തിലേക്ക് വരും മോളെ. അടുത്ത കൊല്ലത്തിലേക്ക് കുറച്ച് മോശമായ ഒരു സമയമാണ്. അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഒരു തിട്ടപ്പെടുത്തുക. രോഗം ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ടിട്ട് തിട്ടപ്പെടുത്തുക. അടുത്ത കൊല്ലത്തേക്ക് ആസ്പത്രിവാസം, ഇനി ഒന്ന് കുറച്ചും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അകൽച്ച വരെ ഉണ്ടാവാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാവും. അപ്പോൾ അത് ഈ കൊല്ലം തന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കുക. 3 ഭാഗ്യസംഖ്യ. മഞ്ഞ നിറവും നീല നിറവും, ശനിയാഴ്ചകളിൽ കറുപ്പും ധരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഡെലിവറി നോർമൽ ആയിരുന്നോ അത് സർജറി ആയിരുന്നോ? ഓക്കെ. അപ്പോൾ പിന്നെ അത് നോർമലായ കാരണം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വയറിൽ എന്തെങ്കിലും ഈ ഹെർണിയ, അൾസർ, സ്റ്റോൺ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഓപ്പറേഷനൊക്കെ വിധേയനാകാൻ, അതൊക്കെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ പോകാൻ പറ്റുന്ന, റിക്കവറിങ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഇന്ന് മെഡിക്കൽ സയൻസിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ. ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പുറത്തേക്ക് പോകണം, സ്റ്റേറ്റ് വിട, ജില്ല വിട, അങ്ങനെയൊക്കെ പറയണോ. എബ്രോഡ് തന്നെ പോകണമെന്നൊന്നുമില്ല. ഓക്കെ.
ഓക്കെ. വിളിച്ചതിൽ നന്ദി. രാഖി. 23-ാം തീയതി കോഴിക്കോട് ഞാൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24-ാം തീയതി കണ്ണൂർ ക്യാമ്പ്, 26-ന് തൃശ്ശൂർ, 27-ാം തീയതി തൊടുപുഴയിൽ ക്യാമ്പുണ്ട്, 30-ാം തീയതി ചേർത്തല. ഒക്ടോബർ 1-ാം തീയതി പത്തനംതിട്ടയിലും 7-ാം തീയതി കോട്ടയത്തും, 2-ാം ശനിയാഴ്ച 8-ാം തീയതി കൊല്ലത്തും ക്യാമ്പുണ്ട്, ബുധനാഴ്ച എറണാകുളത്തുണ്ട്. എന്നെ നേരിൽ കാണുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം മൊബൈൽ നമ്പറും പേരും പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമുക്ക് തിരിച്ച് എത്താം. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. ഹലോ, പേര് പറഞ്ഞോളൂ. സതീശൻ. സുലൈഖ PK അല്ലേ? സുലൈഖ PK. സുലൈഖ എന്ന് പറയുന്നത് സ്പെല്ലിങ് ഞാനൊന്ന് പറയാം. SULAIKA അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. PK. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 3/5/1929. എവിടെ നിന്ന് വിളിക്കുന്നത്? എടവണ്ണപ്പാറ. ഏത് ജില്ലയാണ് മേഡം അത്? ഏത് ജില്ല അത്? മലപ്പുറം ജില്ല. ഹലോ. സുലൈഖ വരെ നല്ല പേരാണ് കേട്ടോ. സുലൈഖയുടെ കൂടെ PK എന്നത് വന്നപ്പോൾ കുറച്ച് ദോഷമുണ്ട് എന്നാണ് കാണുന്നത്. അത് ദോഷം എന്ന് പറയുന്നത് ഈ 34 വയസ്സ് മുതൽ ഒന്നുകിൽ വിവാഹം നേരത്തെ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി നേരം വൈകി വിവാഹം ചെയ്യുക. നേരത്തെ എന്ന് പറയുമ്പോൾ 20-ലോ 21-ലോ വിവാഹം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ 24 ഓക്കെയാണ്. 26-ൽ വിവാഹം കഴിച്ച ദോഷം കാണുന്നുണ്ട്. പിന്നീട് 34 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹിതയാണെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ സാന്നിധ്യം, ദൂരെയാവുക, ഇടയ്ക്കിട്ട് വന്നു പോകുന്ന ഒരു ആൾ ആവുക. അതാണ് അങ്ങനെ ആ സമയത്തിലല്ലാതെ കല്യാണം കഴിച്ചാലുണ്ടാവുന്നത്. ഒരാളുടെ സഹായവും വേണ്ട നേരത്ത് കിട്ടാൻ പറ്റാത്ത പ്രകൃതം ഉള്ള പേരുമാണ് ജാതകവുമാണ്. എന്നാൽ ഇപ്പോഴും ഇദ്ദേഹത്തിന് വീട് പുതിയതായിട്ട് വെച്ച് മാറാൻ പറ്റുന്നൊരവസ്ഥ കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, ഇപ്പം 37ആണ്, 34, 35, 36 കാലഘട്ടങ്ങളിൽ അങ്ങനെ ആവണം, പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ ഈ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ വേണം. 2017 ഇദ്ദേഹത്തിന് കുറച്ച് അല്ല വളരെ ദോഷമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെയുള്ള ക്രയവിക്രയങ്ങൾ, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒന്നും അടുത്ത കൊല്ലം നിർദ്ദേശിക്കുന്നില്ല. 2018 മുതൽ വീണ്ടും നല്ല സമയമായിട്ട് വരും. ജോലി എന്തെങ്കിലും ചെയ്ത് ടൈലറിങ്, ടെക്സ്റ്റൈലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളോ ഈ ഫുഡിനോട് ചേർന്നിട്ടുള്ള ഏർപ്പാടുകളോ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് അതിൻ്റെ മേലധികാരിയൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയൊക്കെ സുലൈഖയ്ക്ക് പറയുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ ജോലി ചെയ്യാനായിട്ട് മനസ്സുള്ള ഒരു വനിതയാണ് സുലേഖ. ഫലേച്ഛ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യലല്ലാന്ന് ഇദ്ദേഹത്തിൻ്റെ പണി. ലാഭമില്ല എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനും അവരെ പരിരക്ഷിക്കാനൊക്കെ തോന്നുന്ന അവസ്ഥയുള്ള ആളാണ് സുലൈഖ. 6 ഭാഗ്യസംഖ്യ. മഞ്ഞ നിറം, നീല നിറം, ചുവപ്പ് നിറം ഒക്കെ ധരിക്കുക. മക്കൾ 3 എണ്ണം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 4 എണ്ണം ഉണ്ടായിട്ട് 1 എണ്ണം നഷ്ടപ്പെട്ട് 3 എണ്ണം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇപ്പം എത്ര കുട്ടികളുണ്ട്? 3 ആള്. അത് തന്നെ പറഞ്ഞത് ഓക്കെയാണല്ലോ. അത് മക്കളുടെ ഭാവി വേറെ അവരെ നോക്കണം. ഇദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തില് ഭർത്താവ് നാട്ടിലുണ്ടോ? എപ്പോഴാ വിവാഹം കഴിഞ്ഞത്? നേരത്തെ കഴിഞ്ഞു. വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഈ ഓക്കെ, ശരി. അതുകൊണ്ട് വിരോധമില്ല.
നിയമസാധുത ഇല്ലെങ്കിലും തന്നെ വിരോധമില്ല അങ്ങനെ നേരത്തെ വിവാഹം കഴിക്കുക. ഞാൻ അത്രയ്ക്കും നേരത്തെ പറയാതിരുന്നത് അത് നിയമം അല്ല, അതുകൊണ്ട് പറയാതിരുന്നതാണ്. വേറെ ദോഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉള്ളൊരു സമയം നല്ലതാണ്. ജൂൺ കഴിഞ്ഞപ്പോൾ കുറച്ച് മോശമായൊരു സമയം ആരംഭിച്ചിട്ടുണ്ട്. അത് അടുത്ത കൊല്ലം സെപ്റ്റംബറിനോട് കൂടി തീരും. ഡിസംബർ മുതൽ വളരെ നല്ലൊരു സമയമാണ്. 2018 നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന ഒക്കെ സാഹചര്യം വരുന്ന ഒരു കാലഘട്ടം ആണ്. നീല നിറവും മഞ്ഞ നിറവും ധരിച്ചോളൂ കേട്ടോ. വിളിച്ചതിൽ നന്ദി സുലൈഖ. പഞ്ചഭൂതങ്ങളിലും പഞ്ചകോശങ്ങളിലും വ്യാഴമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ആകാശ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാഴം. പഞ്ചകോശങ്ങളിലാണെങ്കിൽ ആനന്ദമയകോശത്തെ വ്യാഴം പ്രതിനിധാനം ചെയ്യുന്നു. വ്യാഴം എന്നത് 3, 12, 21, 30 എന്ന് പറഞ്ഞ സംഖ്യകളിൽ ആയ കാരണം കൊണ്ട് ഇവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ ഞായർ, തിങ്കൾ, ചൊവ്വ, വ്യാഴം എന്ന 4 ദിവസങ്ങളാണ്. ഒരു ആഴ്ചയിൽ അവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ 4 ആണ്. ഇതിൽ ബുധനും വെള്ളിയും ഇവർക്ക് അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല. 3-ൽ ജനിച്ചവരുടെ കഥയാണ് പറയുന്നത്. ശനി എന്ന് പറഞ്ഞ ദിവസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം, കുറേ ഗുണമുണ്ട്, കുറേ ദോഷങ്ങളുണ്ട്. എന്നാൽ അവർ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും തിരഞ്ഞെടുക്കേണ്ടത് വ്യാഴം എന്ന ദിവസം ആണ്. അതിൽ ബുധനാഴ്ചയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളാവും. വീട് വയ്ക്കുന്നതൊക്കെ ബുധനാഴ്ച നല്ല ദിവസമായിട്ട് മറ്റ് നക്ഷത്രക്കാർക്ക്, മറ്റ് ഡേറ്റ് ഓഫ് ബർത്തുകാർക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെ വ്യാഴത്തിൻ്റെ ആളുകൾക്ക് 3-ൽ ജനിച്ചവർക്ക് ബുധനുമായിട്ടുള്ള ബന്ധപ്പെടുന്നതും വെള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നതും അത്ര ശുഭകരം അല്ല. എന്നാൽ ശുക്രൻ എന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന രീതിയുണ്ട്. എന്നാൽ ശുക്രസംഖ്യയിൽ ജനിച്ചവരൊക്കെ ഇവർ വിവാഹം ചെയ്യുന്നത് അത് കുഴപ്പത്തിലേക്ക് വരും. കുറച്ച് നാൾ ആകർഷണം ഉണ്ടായ ശേഷം പിന്നീട് വികർഷണം ചെയ്യപ്പെടുന്ന ഒരു 2 ഗ്രഹങ്ങളാണ് ശുക്രനും വ്യാഴവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 8/12/13. 2013. ശ്രീലക്ഷ്മി എസ്. ശ്രീലക്ഷ്മി എന്നുള്ള LAKSHMI അല്ലേ? ഓക്കെ. അതിന് ഇനീഷ്യൽ ഉണ്ടോ ശ്രീലക്ഷ്മിക്ക്? ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നത്? തിരുവനന്തപുരം. ടോട്ടലി പേര് നല്ല പേരാണ് കേട്ടോ. ശ്രീലക്ഷ്മിയുടെ കൂടെ എസും കൂടിയിട്ട് വരുമ്പോൾ നല്ലതാണ്. ശ്രീലക്ഷ്മി എന്നുള്ള പേരിനകത്ത് മാത്രം പറയണമെങ്കിൽ ഈ കുട്ടിക്ക് സഹോദരന്മാരുണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലാത്ത നാമമാണ് ശ്രീലക്ഷ്മി എന്നുള്ള പേര്. ഇനി അഥവാ സഹോദരന്മാരുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ 3 വയസ്സാണ്. 6 വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ശേഷം ഒരു സഹോദരൻ ജനിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. മുന്നേ ഒരു സഹോദരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കുഴപ്പത്തിലൊക്കെ വരാനോ ഒക്കെയുള്ള സാധ്യത പോലും ഉള്ള ഒരു ജാതകമാണ്. കുട്ടിയുടെ ജനനം പോലും കുറച്ച് ഡിലേയ്ഡ് ഡെലിവേർഡ്, കുറച്ച് അച്ഛനും അമ്മയും വിവാഹം ചെയ്ത ശേഷം കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവുന്നത് നല്ലതാണ്. ഉടനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ദോഷം ഉണ്ടാവുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. പേരിൽ എന്തെങ്കിലും ഒരു ശ്രീലക്ഷ്മി എന്നുള്ളതിന് ബദല് ലക്ഷ്മി എന്ന് മാത്രം വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ലക്ഷ്മി, ശ്രീ എന്നുള്ള പേര് ഇവിടെ ആദ്യം വരുന്ന അത്ര നല്ലതായിട്ടല്ല കാണുന്നത്. ലക്ഷ്മി നല്ല പേരാണ്, നല്ല പേരുകളിൽ പെടുന്നു. അപ്പോൾ ദേവീ ദേവന്മാരുടെ പേരൊക്കെ വെക്കുന്നതിൽ ലക്ഷ്മി എന്നുള്ള പേരാണ് ഏറ്റവും ശുപാർശ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റ് ദൈവങ്ങളുടെ ദൈവനാമങ്ങളൊക്കെ വെക്കുന്നത് അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല ഈ നാമശാസ്ത്രത്തിലൊക്കെ. ലക്ഷ്മി എന്നുള്ള പേരിനകത്ത് ഇപ്പോൾ ഇവിടെ ഈ ലക്ഷ്മിയുടെ കൂടെ വെറും ലക്ഷ്മിയും എസും വരുന്നത് കുറച്ച് ദോഷമുണ്ടാക്കും. എന്നാൽ അതിൽ ഇനീഷ്യലിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ്മെൻറ്റ് വേറൊരു ഇനീഷ്യലും കൂടിയിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി മറ്റൊരു രീതിയിൽ പറയാം, ലക്ഷ്മി എന്നുള്ളത് വേറൊരു രീതിയിലും കൂടിയിട്ട് എഴുതാം. LEKSHMI അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുമ്പോഴും ഈ എസ് മാത്രം പോരാ. അങ്ങനെയൊക്കെ ഒരു അറേഞ്ച് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെയൊക്കെ ന്യൂമറോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. ഒന്ന് പോയി കോണ്ടാക്ട് ചെയ്ത് നല്ലതാക്കൂ. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒറ്റയാനായിട്ട് വരും, ഏക മകളായിട്ട് വരും. ഈ കുട്ടിക്ക് ശേഷം അടുത്ത കുഞ്ഞ് പിറന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ?
ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പം നമ്മൾ ഈ ജാതകത്തിനേക്കാളും കൂടുതൽ ഘർഷണമുള്ള ഒരു സംഭവമാണ് നാമം എന്നത്. അപ്പം നാമത്തിൽ എന്തെങ്കിലും സ്പെല്ലിങ്ങൾ, അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതുന്ന നാമത്തിനാണ് കുഴപ്പങ്ങൾ വരുന്നത്. അപ്പം നമ്മൾക്ക് ലക്ഷ്മി എന്ന് പറയുന്ന മലയാളത്തിൽ എഴുതാൻ പറ്റാത്തൊരു കാലവിശേഷത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി ഒന്ന് ചിന്തിച്ചോളൂ. ലക്ഷ്മി വെക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഇനീഷ്യലിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി നമുക്കിത് ശരിയാക്കാൻ പറ്റും കേട്ടോ. 6 ഭാഗ്യസംഖ്യ. കറുപ്പ് നിറം എപ്പോഴും ഡാർക്ക് ഷെയ്ഡുകളാണ് എപ്പോഴും ധരിക്കേണ്ടത്. ലൈറ്റ് കൂടുതൽ പ്രകാശപൂരിതമായ വസ്ത്രങ്ങളൊക്കെ 9 വയസ്സ് വരെ ധരിച്ചുകൊള്ളൂ. അതിനുശേഷം കുറച്ച് ഡാർക്ക് ഫീൽ ചെയ്യുന്ന ചുവപ്പ്, കറുപ്പ്, നീല, ഡാർക്ക് ബ്ലൂ ഇതൊക്കെ നല്ലതാണ് ആൾക്ക് കേട്ടോ. ഇനി സ്കൈ ബ്ലൂ ഒക്കെ ആൾക്ക് നല്ലതാണ്. അങ്ങനെയൊക്കെ ധരിപ്പിച്ചോളൂ. ആ വസ്ത്രധാരണം കൊണ്ട് തന്നെ നന്നായിട്ട് വരും. കുട്ടിയെ ഒരു ശാസ്ത്രജ്ഞ ആവാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ പറയുന്നുണ്ട്, കാണുന്നുണ്ട്. നല്ല ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നല്ലതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു 6 വയസ്സ് വരെ ഇത്തിരി ദോഷം ഉണ്ട് എന്ന് മാത്രമുള്ളൂ. എല്ലാം ശരിയായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ ഈ ഭൂമുഖത്ത് ആർക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട. അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരവസ്ഥ, പേരിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വരുത്തുക. പോരെ? വിളിച്ചതിൽ നന്ദി ശ്രീ ലക്ഷ്മി. ധാർമ്മികനും സാത്വികനുമാണ് വ്യാഴം. 3, 12, 21, 30 എന്ന് പറഞ്ഞ സംഖ്യകളൊക്കെയാണ് വ്യാഴം ജൂപ്പിറ്റർ ദേവനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. സകല ഗുണ സമ്പൂർണനാണ് വ്യാഴം. രാജലക്ഷണങ്ങൾ എല്ലാം ഉള്ള ഒരേ ഒരു പ്ലാനറ്റാണ് വ്യാഴം. നവഗ്രഹ മണ്ഡലത്തിൽ ഈശാനകോണിൽ വടക്കോട്ട് തിരിഞ്ഞ് വ്യാഴം ദീർഘചതുരാകൃതിയായ പീഠത്തിലിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ. ഐരാവതം എന്ന ആന, വെള്ളക്കുതിര, അരയന്നം ഇതൊക്കെയാണ് വാഹനങ്ങളായിട്ട് വ്യാഴത്തിൻ്റെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് വസ്തുതകളായിട്ട് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പരിശോധന നടത്തി കഴിഞ്ഞാൽ കിട്ടിയ അറിവാണ് ഞാൻ ഈ പറയുന്നത്. നന്മയിൽ വേരൂന്നിയ വ്യക്തിത്വവും തിന്മയോടുള്ള സന്ധിയില്ലാത്ത സമരവുമാണ് ഈ ഗ്രഹത്തെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിലേറ്റവും ഉത്തമനാക്കുന്ന സംഭവങ്ങൾ. നീതിന്യായം, വേദശാസ്ത്രങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലകൾ എന്നിവയിലെല്ലാം ഉന്നതമായ ജ്ഞാനം ഉള്ളവനാണ് വ്യാഴം. വ്യാഴത്തിൽ ജനിച്ചവ നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഇതിലൊന്നും പ്രാഗൽഭ്യം തെളിയിക്കാനോ പ്രഗത്ഭമതികളോ പ്രഗത്ഭന്മാരോ ആവാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നോക്കുക, അവരുടെ നാമത്തിൽ എന്തെങ്കിലും കഴമ്പ് കുറവ് ഉണ്ടായിട്ടുണ്ടാവണം. സാധാരണ നിലയിൽ നല്ല ജനനത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പേര് അവർക്ക് തദനുസരണം വരണമെന്നാണ് തത്വശാസ്ത്രം. ചിലപ്പോൾ അത് സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ. ഹലോ, പേര് പറഞ്ഞോളൂ. പേരും ഡേറ്റ് ഓഫ് ബർത്ത്. ഗോകുൽ ടി. ഗോകുൽ, GOKUL അല്ലേ? ഗോകുൽ ടി. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 9/3/2000. ഇപ്പോൾ 16 വയസ്സ് ആയിരിക്കണം മോന്. 14 വയസ്സിന് ശേഷമുള്ളൊരു സമയം, 9ാം ക്ലാസ്സിന് ശേഷം, 9ഉം കഴിഞ്ഞ് 10ഉം കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി 14 ശേഷം എന്നാണ് ജാതകവശാൽ പറയുക. അപ്പോൾ 14 എന്ന് വെച്ചാൽ 9ൽ പഠിക്കുമ്പോഴാണ്. 9ൽ പഠിക്കുമ്പോൾ ഒന്ന് സ്കൂൾ മാറണമെങ്കിൽ അത് നല്ലത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 17 വയസ്സ് 16 വയസ്സ് കഴിയുമ്പോൾ ഇപ്പോഴ്. ഇനി ഇതും അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിൽ മാറാൻ പറ്റുന്നൊരവസ്ഥ. ഈ കൊല്ലം ഈ കുട്ടിക്ക് കുറച്ച് മോശമുള്ള ഒരു സമയം ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലത്തിൽ അനുകൂലമായൊരവസ്ഥയുണ്ട്. അടുത്ത കൊല്ലമൊക്കെ എഴുതുന്ന എക്സാമൊക്കെ വളരെ നല്ല ഇതായിട്ടൊക്കെ ജയിക്കുമെന്നൊക്കെയാണ് കാണുന്നത്. ഗോകുൽ നല്ല പേരുകളിൽ പെടുന്ന ഒരു പേരാണ്. അതിൻ്റെ കൂടെ ടി എന്നുള്ളൊരു ഇനീഷ്യൽ വന്നപ്പോൾ കുറച്ചൊരു ദോഷം വന്നിട്ടുണ്ട്. ആ ദോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ വീട്ടിൽ
ജനിച്ചിടത്തൊക്കെ കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക, അച്ഛനും അമ്മാവനും വിദൂരത്തിലാവുക, അവരുടെ വേണ്ട നേരത്ത് ഉപകാരം കിട്ടാൻ പറ്റാത്ത അവസ്ഥ വരിക, 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഗൂഗിൾ ടീക്ക് പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ള വിഷയം യൂണിഫോം അണിയുന്ന ജോലി, അഗ്നിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങൾ, പെട്രോളിയം എഞ്ചിനീയറിംഗ്, ഗ്യാസ് ആൻഡ് ഓയിൽ, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. ലിക്വിഫൈഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയണം. യാത്ര ചെയ്യുന്ന തൊഴിലുകൾ, ഏജൻസി രീതിയിലുള്ളതൊക്കെ ഇദ്ദേഹത്തിന് നല്ലതാണ്. യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടകാരകനും ആണെന്നാണ് പറയുന്നത്. പൊതുവെ 27 വയസ്സ് ആവുമ്പോൾ വിവാഹം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥ ജാതകത്തിലുണ്ട്, പക്ഷെ പേരിനകത്തില്ല. അതുകൊണ്ട് 29 വയസ്സിൽ വിവാഹം കഴിച്ചോളൂ, അതാണ് നല്ലതായിട്ട് പറയുക. മറ്റ് ദോഷപ്പേരുകളൊന്നും ഉണ്ടാക്കുന്ന ഒരു പുത്രനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനൊന്നും ഇല്ല. എന്ത് പഠിക്കണോ, എന്താണ് സ്ഥിതി? ഗോകുലിന് സഹോദരന്മാരുണ്ടോ? ഒരാളുണ്ട്. ഓക്കെ. എന്ത് പഠിക്കണോ, എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇപ്പൊ 16 വയസ്സാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു സമയമാണ്. ഓ, +1. ഓക്കെ, +1 ഏതാണ് ഇനി അടുത്തത്? ഏതിനെ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഏവിയേഷന് പോകണമെന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെ, യാത്ര ചെയ്യുന്ന തൊഴിൽ എന്നാണ് പറഞ്ഞതിനർത്ഥം കേട്ടോ. വളരെ നല്ല. ആദ്യം യൂണിഫോം ഉണ്ട്, ഏവിയേഷൻ കേട്ടോ. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയണം. അത് പുറത്ത് വിദേശ രാജ്യത്തിൽ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. നല്ല ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്ന രീതിയുണ്ട്. യൂണിഫോം അണിയുന്ന ജോലിയിൽ നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ അതിൽ പറയുന്നുണ്ട്. അഗ്നിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മം എന്ന് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആൾക്ക് പറ്റുന്നതാണ്. ഓപ്പർച്യൂണിറ്റികളൊക്കെ നിറയെ കെടുക്കുന്ന ആളാണ്. 28 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഗൂഗിൾ ടീനെ കൊണ്ട് വീട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുന്ന അവസ്ഥ വരിക. അതുവരെ പല ദോഷങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പേരിലും ജാതകത്തിലും കാണുന്നുണ്ട്. 9 ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറം മഞ്ഞ നിറം ധരിക്കുക. ചുവപ്പും മഞ്ഞയും ധരിക്കുക. പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന 2 നിറങ്ങൾ ധരിക്കാൻ പാടില്ല, അത് പറയാം. മറ്റേത് നിറം ധരിച്ചോളൂ, വെള്ളയും പച്ചയും ധരിക്കാൻ പാടില്ല. ഇൻ്റർവ്യൂ, എക്സാം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ധരിക്കാതിരിക്കുക. ഓക്കെ. അവസാനത്തെ കോളറായിരുന്നു വിളിച്ചിരുന്നത്. ഈ മാസത്തിൽ 23-ാം തീയതി കോഴിക്കോട് ഞാൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24-ാം തീയതി കണ്ണൂരാണ്. 26-ന് തൃശ്ശൂർ ക്യാമ്പുണ്ട്. 27-ാം തീയതി തൊടുപുഴയിലും 30-ാം തീയതി ചേർത്തലയിലും ഒക്ടോബർ 1-ാം തീയതി പത്തനംതിട്ടയിലും 7-ാം തീയതി കോട്ടയത്തും 8-ാം തീയതി കൊല്ലത്തും ക്യാമ്പുണ്ട്. ബുധനാഴ്ചകളിൽ എറണാകുളത്തുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, മൊബൈൽ നമ്പർ 8086119755 ആ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086119755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847900001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 9847 900001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഒന്നും നല്ലതുമല്ല ചീത്തയുമല്ല, ചിന്താരീതിയാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. മനസ്സ് എങ്ങനെ ആക്കി തീർക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലാണ് എല്ലാം രൂപം കൊള്ളുന്നത്. മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ മിക്ക ആളുകൾക്കും സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അസന്തുഷ്ടിയുള്ള ജീവിതത്തിൻ്റെ ഉടമകൾ ആവുന്നത് നമ്മളുടെ ചിന്താധാരകളുടെ നെഗറ്റീവ് ടോപ്പിക്കുകൾ ആണ്. ഒന്നും നഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റുന്നില്ല. നോ ക്രോസ് നോ ക്രൗൺ എന്ന ക്യാപ്ഷൻ തന്നെ അതുകൊണ്ടാണ്. ഒരു കുരിശില്ലെങ്കിൽ കിരീടവുമില്ല എന്ന് അർത്ഥം. ഇന്ന് വിളിച്ച എല്ലാവർക്കും നാമത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല ന്യൂമറോളജിസ്റ്റിനെ കാണുക. പലതുകൊണ്ടും പൂർവികന്മാരെക്കാൾ ഉത്കൃഷ്ടരായിരിക്കും വ്യാഴത്തിൽ ജനിച്ചവൻ. 3-12-21-30 ജനിച്ചവൻ. ജാതകം ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെ
ജാതകൻ നെഗറ്റീവ് കാര്യങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത്. 6-ാം ഭാവത്തിൽ 6-ാം തീയതി ജനിച്ചത് എന്നൊക്കെ അതിനെ അർത്ഥമാക്കാം. ജാതകാൽ വ്യാഴം 6-ൽ നിൽക്കുക എന്നത് അത്ര ശോഭനമല്ല. അതൊക്കെ ഒന്ന് നോക്കി തിട്ടപ്പെടുത്തി കാര്യങ്ങൾക്ക് ഒരു പുനരുദ്ധാരണം നടത്താനായിട്ട് സാധിക്കുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനും ശ്രേഷ്ഠനും എത്തിക്സോടുകൂടി ജീവിക്കുന്നവനും വ്യാഴനായിരിക്കും. വ്യാഴത്തിൽ ജനിച്ച എല്ലാവർക്കും എന്നത് മാത്രമല്ല, എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് കാണുമ്പോഴേക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. പ്രോഗ്രാം നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം. ഗുഡ് നൈറ്റ്.